ഹലോ മുത്തുമണീസ്, ഈ ഒരു സൺഡേ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഉച്ച വരെ കിടന്ന് ഉറങ്ങിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണീറ്റ് ഫ്രഷായി ലോറ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി വന്നതിന് ശേഷം അപ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ലുലുലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് മിസ് കോൾ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഒന്ന് തിരിച്ച് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്വേറിയത്തിൻ്റെ മുന്നിൽ കുറേ നേരം ലൈറ്റിലിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു ടൈം പാസ്സാണ് കേട്ടോ. ഈ പ്ലാൻസ് ഒക്കെ ലൈവാണ് കേട്ടോ. നമ്മൾ ഒരു 3-4 മാസം മുമ്പാണ് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഈ പ്ലാൻസ് ഒക്കെ. നേരത്തെ വേറെ ചെടികളായിരുന്നു, ഇപ്പോൾ പുതിയതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ അക്വേറിയത്തിൽ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ നമ്മുടെ സിംബച്ചക്കന് ഭയങ്കര ദേഷ്യമാണ് അതൊക്കെ കേട്ടോ. കാരണം അവനായിട്ട് എപ്പോഴും കളിക്കണം, അവൻ അതാ ഇഷ്ടമൊക്കെ. ഞാൻ കളിക്കാൻ വേണ്ടി വന്നപ്പോൾ മൈൻഡ് ആക്കുന്ന പോലും ഇല്ല. ഇത് നമ്മുടെ സിംബക്കുട്ടിക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ച നമ്മൾ വാങ്ങിച്ചില്ല, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ല. അതിൽ പെട്ടെന്നിട്ട് ഇത് അവനൊരു വീടും കൂടെ വാങ്ങിച്ചു നമ്മൾ. ഇത് അവന് കുഞ്ഞ് ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ അവന് കല്യാണം കഴിയണമെങ്കിൽ രണ്ടുപേർക്കും കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകുന്ന തരത്തിലൊരു വീടൊക്കെ വെച്ചു. റൂമിൽ ലൈറ്റൊക്കെ കിട്ടോ, നല്ല രസമുണ്ട് ആ വീട് കാണാനായിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേരൊക്കെ ഏകദേശം കുറച്ച് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ആർക്കും വലിയ വാട്ടങ്ങളും കോട്ടങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി പ്ലാന്റ്സുകളും പെറ്റ്സുകളൊക്കെ. പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മളുടെ സിംബായ്ക്ക് ഇപ്പം ഡ്രൈ ഫുഡ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വെറ്റ് ഫുഡും അതുപോലെ ഇങ്ങനെയുള്ള ട്രീറ്റുകളോടൊക്കെയാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഇതൊക്കെ കിട്ടുമ്പോൾ അവർ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ പറയുന്ന എന്തും കേൾക്കും, പുറത്തേക്ക് കറങ്ങാൻ പോകാനും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് അനുസരിക്കും. അവിടെ ഇരിക്കല്ല, ഇവിടെ ഇരിക്കുക, ഇത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കേൾക്കും കേട്ടോ. നമ്മുടെ അക്വേറിയത്തിൽ നമ്മുടെ ഫോഗും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓണാക്കിയപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ട്, നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്. ഇത് ഇങ്ങനെ ടോട്ടലി ഇങ്ങനെ നമുക്ക് ശരിക്കും കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഉഷാറാണ്. പിന്നെ ഈ ഒരു ബൊമ്മേനൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവന് ഭയങ്കര ദേഷ്യമാണ്. അടുത്തേക്ക് വരും, പക്ഷേ നമ്മൾ തൊടാനൊന്നും സമ്മതിക്കില്ല, ഇറങ്ങി ഓടിപ്പോകും നമ്മുടെ അടുത്തേന്ന്. പിന്നെ നമ്മൾ അതിനവിടെ വെച്ചതിന് ശേഷം പിന്നെ അവനെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് നേരം സിംബാനെ മടിയിൽ വെച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എനിക്കിതിലൊക്കെ ഭയങ്കര സന്തോഷം. വീട്ടിലാണെങ്കിലും പെറ്റ്സുകളോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നിറയെ പെറ്റ്സുകളുണ്ട് വീട്ടിൽ. നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല ടേമിലുള്ള നല്ല പെറ്റ്സുകളാണ് എനിക്കുള്ളത് കേട്ടോ. അങ്ങനെ ഇവനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചാലേ ഇനി ഒന്ന് നടത്താൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇവന് വല്ലപ്പോഴും മാത്രമേ നടക്കുള്ളൂ. സൺഡേസിൽ മാത്രമേ നമ്മൾ അരമണിക്കൂർ ഇവന് നടത്താറുള്ളൂ. അതുകൊണ്ട് ഇവനെ കെട്ടാനുള്ള ബെൽറ്റും കയറൊക്കെ എടുക്കുമ്പോൾ അവൻ നോക്കി അവർക്ക് മനസ്സിലായി ഏകദേശം പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും സന്തോഷിക്കുന്നത് ഈ ഒരു സമയത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.